ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ ശാന്തകുമാരിയാണ്. ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും ഒരു നല്ല വസ്ത്രം ധരിക്കാൻ ഞാൻ 48-50 വയസ്സ് വരയ്ക്ക് ഒരു നല്ല വസ്ത്രം ധരിക്കാൻ, അതായത് ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങി ഒരു നല്ല ഡ്രസ്സ് ധരിക്കാൻ എനിക്ക് 50 വയസ്സൊക്കെ കഴിയേണ്ടി വന്നു. അതുവരെ ഞാൻ വല്ലവരും തരുന്ന ഡ്രസ്സ്, കുവൈറ്റിൽ വന്നപ്പോൾ വല്ലവരും തരുന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ട് നടന്നത്. ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയും ഈ പുള്ളിക്കിഴങ്ങിൻ്റെ പൊടി കൊണ്ട് കുറുക്കി കുടിച്ച ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അന്ന് എനിക്ക് ഭക്ഷണം കിട്ടി കഴിക്കാൻ ആഗ്രഹിച്ച ആളാണ്. ഇന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഷുഗർ വന്ന് പിടിപെട്ടു. ദൈവം ഓരോ അനുഭവങ്ങൾ തരുന്നത് അതേപോലെ തന്നെയാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഇന്ന് ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി, നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വേണ്ടി പൈസയില്ലാതെ ഞാൻ 1 ലക്ഷം 1.5 ലക്ഷം രൂപ കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവന് ബാക്കി കെട്ടാൻ പണമില്ലാതെ അവൻ പഠിക്കാൻ പോകാതെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ കുറച്ച് കടങ്ങളുമുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ സഹായിച്ചവരല്ലെങ്കിലും എനിക്ക് ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി ദൈവം പോലും ഒരാളിൻ്റെ രൂപത്തിൽ വന്ന് എനിക്ക് സഹായിക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ സത്യം. അതിന് ബന്ധമായിക്കോട്ടെ, രക്തമായിക്കോട്ടെ, രക്തത്തിൽ പിറന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ളവരായിക്കോട്ടെ, ഒരുപാട് പേർക്ക് ഞാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെനിക്ക് പൈസ തരാനുണ്ട്. പക്ഷേ ആരും അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ ബുദ്ധിമുട്ടിനെ സഹായിക്കാൻ ഇന്ന് ആരുമില്ല. അതുപോലെ പല സംഘടനകളുണ്ട്. എല്ലാവരും പറയും ഞങ്ങൾ സഹായിക്കാനുണ്ട് എന്നൊക്കെ പല സംഘടനകൾ പറയാറുണ്ട്, ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ 1 രൂപ എനിക്ക് തരാൻ ഇന്ന് ഈ സമൂഹത്തിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 28 കൊല്ലമായി അയാൾ ഒരു ബന്ധവുമില്ലാതെ എൻ്റെ മകനെ നോക്കാതെ ഇരിക്കുന്നു. അതുപോലെ 2 വലിയ ആമക്കളുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി. 3ാമത്തെ മകനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ പെടുന്ന കഷ്ടപ്പാട് ദൈവം പോലും കാണുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ദൈവത്തോട് ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട്. എനിക്ക് കടം വീട്ടാനും എൻ്റെ മകനെ പഠിപ്പിക്കാനോ ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്ന് ഞാൻ വിളിക്കുന്നത്, എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പിടി നമ്മളുടെ കയ്യിൽ വേണം എന്നുള്ള ഒരു പാഠവും കൂടിയാണ് ഞാൻ ഈ പഠിക്കുന്നത്. നമ്മളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ എല്ലാ ബന്ധങ്ങളും, സ്വന്തങ്ങളും, ഫ്രണ്ട്സുകളും, കൂടപ്പറപ്പുകളും, മക്കളും എല്ലാവരും ഉണ്ടാകും. നമ്മളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നമ്മൾ പട്ടിക്ക് തുല്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ എത്രയോ കടങ്ങളിൽ മുങ്ങി ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം നമ്മൾ കടം വാങ്ങുമ്പോൾ വിചാരിക്കും ഇത് ഇങ്ങനെ ശരിയാക്കാം, അങ്ങനെ ശരിയാക്കാം എന്നല്ല. പക്ഷേ ഒരാളെങ്കിലും ആ വീഴുന്ന സമയത്ത് കൈ പിടിച്ച് തരാൻ, മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യും എന്ന് പറയുന്നതിലല്ല ഉള്ളത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സഹായിക്കാൻ മുതിരുന്ന സമൂഹത്തിലെ ജനങ്ങളാണ് മനുഷ്യർ. അല്ലാതെ വെറുതെ വായു കൊണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ സഹായിക്കുന്ന ഇതിലൊന്നും കാര്യമേ ഇല്ല എന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. അത് എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു പിടിയോടുകൂടി ജീവിക്കണം. 10 രൂപ നമ്മളുടെ കയ്യിൽ വേണം. അത് കഴിഞ്ഞേ സഹായിക്കാൻ പാടുള്ളൂ എന്നുള്ള പാഠം എനിക്ക് ഈ സമൂഹം പഠിപ്പിച്ച് തന്നിരിക്കുന്നു. നിങ്ങളും പഠിക്കണം അതുപോലെ. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ കരയുന്ന പോലെ നിങ്ങളും കരയേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്.